സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും സത്യസന്ധമായ ആരെയും വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനും അതിലേക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുമാണ്. ശരിയല്ലേ? നിങ്ങൾ കൂടുതൽ പേരും അങ്ങനെ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിലേക്ക് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ കൂടുതൽ സമയം നമ്മൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് വർഷം 15 മുതൽ ഏറ്റവും കൂടി പോയാൽ ഒരു 25% വരെ ആയിരിക്കും. ശരിയല്ലേ? അതാണ് ഒരു മോഡറേറ്റ് റിട്ടേൺസ് എന്ന് പറയുന്നത്. എന്നാൽ വാട്ട് ഇഫ് നിങ്ങൾക്ക് 30% ഇയർലി റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ നമുക്ക് ഇന്ന് പഠിച്ചാലോ? അങ്ങനെ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നാൽ അത് മാത്രമല്ല, വെറുതെ പഠിപ്പിച്ചിട്ട് ആശാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇയർലി 30% റിട്ടേൺസ് തരുന്ന ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആക്ച്വലി കാണിച്ചു കൂടി തരാൻ പോവുകയാണ്. മൾട്ടിപ്പിൾ സ്റ്റോക്സ് ഉള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ കാണിച്ചു തരാൻ പോവുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാന ഭാഗത്താണ് അത് കാണിച്ചു തരാൻ പോകുന്നത്. അതിലേക്ക് ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഇഷ്ടപ്പെടുന്ന, അതിനെ പ്രണയിക്കുന്ന കുറെ പേര് നമ്മുടെ ഇടയിലുണ്ട് എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അതിൽ വിജയിക്കണമെങ്കിൽ എന്തായാലും ഓരോരോ സ്റ്റോക്കുകളെ എടുത്തുകൊണ്ട് അതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തേണ്ടതുണ്ട്, അല്ലേ? അതായത് വിശദമായിട്ട് ഓരോ സ്റ്റോക്കുകളെ പറ്റിയും പഠിക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്ന് അറിയില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് സീരീസ് തന്നെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ കൊടുക്കുന്നുണ്ട്. മുഴുവൻ വീഡിയോയും കാണുക, തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും നല്ല നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വളരെ പാടാണ്, കുറെ സമയമെടുക്കുന്ന പരിപാടിയാണ്, കുറെ ടയറിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച, അല്ല അതിന്റെ മുൻപത്തെ ആഴ്ച പിട്രോസ്കി സ്കോർ എന്നുള്ള മനോഹരമായുള്ള ഒരു മെത്തേഡ് പഠിച്ചത്, അല്ലേ? പിട്രോസ്കി സ്കോർ ഒരു ഫിൽട്ടർ ആയിട്ട്, ഒരു സ്കാനർ ആയിട്ട് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും, അല്ലേ? പിട്രോസ്കി സ്കോറിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിട്രോസ്കി സ്കോർ നോക്കി നല്ല കമ്പനികൾ കണ്ടെത്താം. അതിൽ കുറച്ചുകൂടി വിശദമായി നോക്കിയിട്ട് നല്ല ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയിട്ട് ലോങ് ടേമിലേക്ക് തീർച്ചയായിട്ടും കമ്പനികളെ കണ്ടെത്താൻ കഴിയുന്നതാണ്. അപ്പോൾ അത്രയും ഒക്കെ അറിഞ്ഞിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ എന്തൊക്കെയാണെങ്കിലും, എത്രമാത്രം ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയാലും ഒരു സത്യം ഞാൻ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ പലപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് സ്റ്റോക്കിനെ കണ്ടെത്തും. എന്നിട്ട് ആ സ്റ്റോക്കിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ കുറേ നാളുകളിലേക്ക് ചിലപ്പോൾ ആ സ്റ്റോക്കിന്റെ വില കൂടില്ല. ശരിയല്ലേ? ചിലപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് വില നടന്നേക്കാം. വളരെ സ്ട്രോങ് കമ്പനി കണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ വില താഴേക്ക് പോകുന്നത് കണ്ടേക്കാം. ഒരു വളരെ വളരെ ബിറ്റർ ആയിട്ടുള്ള ഒരു ട്രൂത്താണ്, ഹാർഷ് റിയാലിറ്റിയാണ്. പലപ്പോഴും ഞാൻ പേഴ്സണലി നേരിട്ടിട്ടുള്ളതാണ്. നിങ്ങൾ സ്വയം ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും നേരിട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് പലരും അഡ്രസ്സ് ചെയ്യാത്ത സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു വിഷയമാണ്. ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യണമെന്നൊക്കെ പറയും, എന്നാൽ അത് ചെയ്തിട്ട് പോലും ഇൻവെസ്റ്റ് ചെയ്താൽ പലപ്പോഴും സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് കയറില്ല. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അറിഞ്ഞത്, നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് മാത്രം നോക്കിയിട്ട് കണ്ണും പൂട്ടിയ ഒരു സ്റ്റോക്കിൽ കയറും. എന്നാൽ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതല്ല. എന്നാൽ അമേരിക്കയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കറും ഒരു ഇൻവെസ്റ്ററുമായിരുന്ന വില്യം ഓനീൽ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി, ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ സ്ട്രാറ്റജീനെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപ് നമ്മൾ നേരിട്ട് ഈ ഒരു പ്രശ്നം അദ്ദേഹം അന്നേ കണ്ടെത്തിയിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു വളരെ ഫേമസ് കോട്ട് കൂടിയാണ്. അദ്ദേഹം പറയുന്നത് പലപ്പോഴും കമ്പനികളിലേക്ക് നോക്കിയിട്ട് അതിന്റെ ഫണ്ടമെന്റൽസ് നോക്കുന്നത് മാത്രമല്ല ഗെയിം. സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് ഒരു വിചിത്രമായ സ്ഥലമാണ്. ഇവിടെ പലപ്പോഴും ചില സ്റ്റോക്കുകൾക്ക് വില കൂടി നിൽക്കുകയാണെങ്കിൽ അതിന്റെ വില കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ചില സ്റ്റോക്കുകൾക്ക് വില കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിന്റെ വില കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതിന്റെ ലോജിക്ക് അന്വേഷിക്കാൻ പോകരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ചിലപ്പോൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കും, അതിന്റെ വില താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നെയും താഴ്ന്നു തന്നെ നിൽക്കുകയോ പിന്നെയും താഴോട്ട് പോവുകയും ചെയ്തേക്കാം. ചിലപ്പോൾ ഫണ്ടമെന്റലി അത്ര സ്ട്രോങ് ഒന്നും അല്ലാത്ത കമ്പനി ആയിരിക്കും, ഓക്കെ ആയിട്ടുള്ള കമ്പനി ആയിരിക്കും, അതിന്റെ വില ചിലപ്പോൾ നല്ല കൂടുതലായിട്ട്, അതിനെപ്പോഴും നല്ല വാല്യുവേഷൻ കിട്ടും, അതിന്റെ വില കൂടി പോവുകയും ചെയ്യും. അവിടെയാണ് അദ്ദേഹം പറഞ്ഞത്, ഫണ്ടമെന്റൽ അനാലിസിസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ടെക്നിക്കൽ അനാലിസിസ് കൂടി നോക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതിനെ രണ്ടിനെയും ക്ലബ്ബ് ചെയ്തിട്ട് അദ്ദേഹം തന്നെ പറയുന്നത് ഒരു ടെക്നോ ഫണ്ടമെന്റൽ അപ്രോച്ച് ആണ് ഇൻവെസ്റ്റിങ്ങിന് നടത്തേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോജിക്കിൽ അദ്ദേഹം പറയുമ്പോൾ ഒരു നല്ല ഇൻഡസ്ട്രി കണ്ടെത്തിയിട്ട് ആ നല്ല ഇൻഡസ്ട്രിയിലെ നല്ല സ്റ്റോക്കുകളെ ഫണ്ടമെന്റലിയും
ടെക്നിക്കലിയും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കണ്ടെത്തുക, അതിലേക്ക് പൈസ നിക്ഷേപിക്കുക, ലോങ് ടേമിൽ നല്ല റിട്ടേൺസ് കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് കരിയറിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും യുഎസിലാണല്ലോ ഇൻവെസ്റ്റ് ചെയ്തത്. യുഎസിലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ 12% ബീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിശക്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ, ഒരു സ്ട്രാറ്റജിയാണ് ഇദ്ദേഹം മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റഡീസിൽ നിന്ന് ഇദ്ദേഹത്തിന് കാണാൻ പറ്റി 7 ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ 7 ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് ഒരു സ്റ്റോക്കിനെ കണ്ടെത്താം. ഇതിൽ ഫണ്ടമെന്റൽ ക്രൈറ്റീരിയയും ഉണ്ട്, ടെക്നിക്കൽ ക്രൈറ്റീരിയയും ഉണ്ട്. ഈ 7 ക്രൈറ്റീരിയ നോക്കി സ്റ്റോക്കുകളെ കണ്ടെത്തി നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള റിട്ടേൺസ് കണ്ടെത്താൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 7 ക്രൈറ്റീരിയനെയും ഒന്നിച്ചുകൊണ്ട് വിളിക്കുന്ന പേരാണ് കാൻസ്ലിം ടെക്നിക് അല്ലെങ്കിൽ കാൻസ്ലിം മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ ഈ കാൻസ്ലിം എന്ന് പറയുന്നത് ഇതൊരു അക്രോണിമാണ്. അതായത് ഓരോ അക്ഷരവും ഓരോ ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് കാണിക്കുന്നത്. ഓരോ അക്ഷരത്തിനും ഓരോ ഫുൾ ഫോമുകൾ ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു മെത്തേഡ് മാത്രമല്ല കാണുന്നത്, അതിനുശേഷം ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പോർട്ട്ഫോളിയോ കാണിച്ചു തരുന്നുണ്ട്. അത് വെച്ചിട്ട് 30% റിട്ടേൺസ് കഴിഞ്ഞ ഒരു വലിയ ലോങ് പീരീഡിൽ കിട്ടിയതും കാണിച്ചു തരുന്നുണ്ട്. അതിലേക്ക് എങ്ങനെ നിക്ഷേപിക്കാം എന്നുള്ളതും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഉള്ള നിങ്ങളുടെ ആവനാഴിയിലെ ഒരു വജ്രായുധം ആയിക്കൊള്ളട്ടെ ഇത് എന്നുള്ള പ്രതീക്ഷയിലെ വീഡിയോയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴത്തെ പോലെ വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ച് തന്നെ കാണുക, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പറ്റി കുറച്ചെങ്കിലും അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഒരു കമ്പനിയെ, ഒരു സ്റ്റോക്കിനെ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നിനെ പറയുന്നത് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നാണ്. അതായത് കമ്പനിയുടെ വാല്യൂവേഷനിലേക്ക് നോക്കിയിട്ട് അതിന്റെ മാർക്കറ്റ് വാല്യൂവേഷൻ അതിന്റെ ഇൻട്രിൻസിക് വാല്യൂവേഷനേക്കാളും താഴെയാണ് നിൽക്കുന്നതെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ഉണ്ട്. ഇവിടെ ഈ കാൻസലിംഗ് മെത്തേഡ് വഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റിന്റെ മെത്തേഡാണ്. അതായത് നല്ല കമ്പനികളെ കണ്ടെത്തും, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളെ കണ്ടെത്തും, അതിലേക്ക് ടെക്നിക്കലി സ്ട്രോങ് ആയിരിക്കുന്ന രീതിയിൽ നമ്മൾ എൻ്റർ ചെയ്യും, ലാഭം കിട്ടുമ്പോൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കാൻസലിംഗ് മെത്തേഡിൽ നമ്മൾ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പറഞ്ഞതുപോലെ കാൻസലിംഗ് എന്ന പേരിൽ തന്നെയുള്ള ഈ മെത്തേഡിൽ സ്റ്റോക്കിനെ നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ, ഏത് സ്റ്റോക്കിലാണ് കണ്ടെത്തണമെങ്കിൽ 7 ക്രൈറ്റീരിയ ആണുള്ളത്. ഈ 7 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന സ്റ്റോക്കുകളിലേക്ക് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ കാൻസലിംഗ് പേരുള്ളത് പോലെ 7 അക്ഷരങ്ങളുണ്ട്. ഈ 7 അക്ഷരങ്ങളിൽ 4 അക്ഷരങ്ങൾ കാണിക്കുന്നത് ഫണ്ടമെന്റൽ ഫാക്ടേഴ്സിനെയും 3 അക്ഷരങ്ങൾ കാണിക്കുന്നത് ടെക്നിക്കൽ ഫാക്ടേഴ്സിനെയുമാണ്. ഒന്നുകൂടി പറയുന്നു, ഏതൊക്കെ സ്റ്റോക്കുകളാണോ ഈ 7 ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യുന്നത് ആ സ്റ്റോക്കുകളിലേക്ക് മാത്രമേ കാൻസലിംഗ് മെത്തേഡ് വഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ അക്ഷരങ്ങളും ഓരോ ക്രൈറ്റീരിയയും നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ക്രൈറ്റീരിയ ഒരു ഫണ്ടമെന്റൽ ക്രൈറ്റീരിയ ആണ്. ലെറ്റർ സി ആണ്. സി കാണിക്കുന്നത് കറന്റ് ഏർണിംഗ്സ് എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനിയുടെ ഈ കറന്റ് ക്വാർട്ടറിലുള്ള ഏർണിംഗ്സ് കഴിഞ്ഞ വർഷത്തെ സെയിം ക്വാർട്ടറിനേക്കാളും 25% മുകളിലായിരിക്കണം. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിലെ ഏർണിംഗ്സിനെ അളക്കുന്നത് നമ്മൾ EPS വെച്ചിട്ടാണ്, ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. അതായത് ഈ ഒരു ക്വാർട്ടറിലെ ഏർണിംഗ്സ് പെർ ഷെയർ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിലെ ഏർണിംഗ്സ് പെർ ഷെയറിനേക്കാളും 25% മുകളിലായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിലെ EPS കഴിഞ്ഞ ഇതേ വർഷത്തെ തന്നെ മുന്നിലുള്ള ക്വാർട്ടേഴ്സിലെ EPSനേക്കാളും മുകളിൽ നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ല കാര്യമാണ്. ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഈ ഒരു കമ്പനി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ ഏർണിംഗ്സ് കൂടി വരികയാണ്, കമ്പനി ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഫണ്ടമെന്റലി നമ്മൾ സി എന്നുള്ള ഈ ഒരു ക്രൈറ്റീരിയ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ ഒരു ഫണ്ടമെന്റൽ ക്രൈറ്റീരിയ തന്നെയാണ്. ലെറ്റർ എ ആണ്. ആനുവൽ ഏർണിംഗ്സ് എന്നുള്ളതാണ്. അതായത് നേരത്തെ നമ്മൾ ക്വാർട്ടർലി കറന്റ് ഏർണിംഗ്സ് കണ്ടു, ഇനി ആനുവൽ ഏർണിംഗ്സ് ആണ് നോക്കുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ ആനുവൽ ഏർണിംഗ്സിലേക്ക് നോക്കുമ്പോൾ ആ വർഷത്തെ ഏർണിംഗ്സ് എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? EPS വെച്ചിട്ടാണ്, അല്ലെ? ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. അതായത് ഈ ഒരു വർഷത്തെ EPS കഴിഞ്ഞ 3 അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ EPSനേക്കാളും 25% മുകളിൽ നിൽക്കുന്നതായിരിക്കണം. ഈ വർഷത്തെ ഏർണിംഗ്സ് കഴിഞ്ഞ 3 വർഷത്തെ 5 വർഷത്തെ ഏർണിംഗ്സിലേക്ക് നോക്കുമ്പോൾ അതിനേക്കാളും തീർച്ചയായിട്ടും കൂടി നിൽക്കുന്നതായിരിക്കണം. ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ കമ്പനി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏർണിംഗ്സ് പെർ ഷെയർ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഹെൽത്തി കമ്പനിയെ തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 15% മുകളിലാണെങ്കിൽ അതും ഒരു വളരെ നല്ല ക്രൈറ്റീരിയ ആയിട്ട് തന്നെയാണ് ഈ ഒരു ലെറ്ററിന്റെ കീഴിൽ തന്നെ കണക്കാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇവിടെ EPS എന്താണ്, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല എങ്കിൽ ഞാൻ നേരത്തെ ഒരു സീരീസ്, ഒരു പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടില്ലേ, അതിൽ കുറേയധികം വീഡിയോസ് ഉണ്ട്. എല്ലാം കാണുകയാണെങ്കിൽ ഈസി ആയിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. മൂന്നാമത്തത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ക്രൈറ്റീരിയ ആണ്. ലെറ്റർ N ആണ്. ഇത് കാണിക്കുന്നത് ന്യൂ എന്നാണ്. അതായത് ഒരു കമ്പനി എപ്പോഴും
ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കമ്പനി എപ്പോഴും ന്യൂ ആയിട്ടുള്ള പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കണം, പുതിയതായിട്ടുള്ള സർവീസുകൾ ഇറക്കിക്കൊണ്ടിരിക്കണം, പുതിയ അപ്ഡേറ്റ്സും പുതിയ ഇന്നോവേഷൻസും നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. അങ്ങനെ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടേമിലേക്ക് അത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിന്റെ ഷെയറിന്റെ പ്രൈസിനും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ് വില്യം ഓനീൽ പറയുന്നത്. ഇതിനൊരു ക്ലാസിക് എക്സാമ്പിൾ എവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാലും കാണാൻ പറ്റുന്നത് ആപ്പിളിന്റെ കേസാണ്. കാരണം ആപ്പിൾ എന്ന കമ്പനിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ കമ്പനിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ എല്ലാ വർഷവും അതിന്റെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ലൈനപ്പിൽ, സർവീസ് ലൈനപ്പിൽ ഒരു അപ്ഡേറ്റ് വരും. മുഴുവൻ ലോകവും ഉറ്റുനോക്കുന്നത് ആ ഒരു അപ്ഡേറ്റ് കാണാനായിട്ടാണ്, ഒരു പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയ സർവീസ് കാണാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആപ്പിളിന്റെ സ്റ്റോക്ക് പ്രൈസിലേക്കൊക്കെ നോക്കിയാൽ എത്ര ഭീകരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നിൽക്കാതെ അത് തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ പ്രൊഡക്റ്റും സർവീസും എപ്പോഴും ലോഞ്ച് ചെയ്യുന്ന, അങ്ങനെ ഡെവലപ്മെന്റും ഇന്നോവേഷൻസും എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ എപ്പോഴും നല്ലതാണ് എന്നുള്ളതാണ് വില്യം ഓനീൽ പറയുന്നത്. നാലാമത്തെ ഒരു ടെക്നിക്കൽ ക്രൈറ്റീരിയ ആണ്, ഇവിടുത്തെ ലെറ്റർ എസ് ആണ്, അത് ഡിനോട്ട് ചെയ്യുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ളതാണ്. അതായത് ഇദ്ദേഹം വളരെ ഈസിലി പറയുന്നത് ഒരു സ്റ്റോക്കിന്റെ ചാർട്ടിലേക്ക് നോക്കിയിട്ട് അതിന്റെ ട്രേഡിംഗ് വോളിയം നോക്കിയാൽ തന്നെ അതിന് എത്ര ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാകും. അപ്പോൾ ഒരു ഹൈ ഡിമാൻഡ് ഉള്ള സ്റ്റോക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും ലോജിക്കലി അതിന്റെ സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് മാത്രമല്ലേ പോകുള്ളൂ. അപ്പോൾ ഡിമാൻഡ് നോക്കിയിട്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും തീരുമാനിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ട്രേഡിംഗ് വോളിയം എപ്പോഴും കൂടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ഒക്കെ നടക്കുന്ന സമയത്ത് സ്റ്റോക്കിന്റെ വില കൂടുമ്പോൾ അതിനോടൊപ്പം തന്നെ വോളിയത്തിന് നല്ലൊരു കൂടൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ സ്റ്റോക്ക് ഹൈ ഡിമാൻഡ് ഉള്ള സ്റ്റോക്ക് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ്ലി ഇദ്ദേഹം ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കമ്പനീസിലേക്ക് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസിലേക്ക് കൂടി നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് കുറവാണെങ്കിൽ അങ്ങനത്തെ സ്റ്റോക്കുകളിൽ പെട്ടെന്ന് ചെറിയൊരു ഡിമാൻഡ് വന്നാൽ തന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് പെട്ടെന്ന് കയറാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് എന്ന് പറയുന്നത് പബ്ലിക് ഫ്ലോട്ട് വേറെയാണ്, പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലുള്ള സ്റ്റോക്ക് വേറെയാണ്. ഇതിനെല്ലാം ചേർത്ത് വെച്ചിട്ട് കമ്പനിയുടെ ട്രഷറിയിൽ ഇരിക്കുന്നതല്ലാതെ എന്നാൽ എല്ലാവർക്കും ട്രേഡിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഷെയറുകളുടെ അബ്സല്യൂട്ട് നമ്പറിലേക്ക് നോക്കിയിട്ട് അതിന്റെ ടോട്ടൽ കുറവാണെങ്കിൽ അങ്ങനത്തെ സ്റ്റോക്കുകളിൽ പെട്ടെന്ന് സ്റ്റോക്ക് മൂവ്മെന്റ്സ് ഉണ്ടാകും. അങ്ങനെ ഒരു ലോജിക്ക് ഇദ്ദേഹം മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ള ഈ ഒരു ടെക്നിക്കൽ ഫാക്ടറിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, ചാർട്ട്സിലേക്ക് നോക്കുക, വോളിയത്തിന്റെ മൂവ്മെന്റിലേക്ക് നോക്കുക, വോളിയവും പ്രൈസും തമ്മിലുള്ള ആ ഒരു കോറിലേഷൻ നോക്കുക. പ്രൈസ് നന്നായി മൂവ് ചെയ്യുമ്പോൾ അതിനോട് ഒപ്പം തന്നെ വോളിയം കൂടി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹൈ ഡിമാൻഡ് ഉള്ള സ്റ്റോക്ക് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ സപ്ലൈ കുറയുകയാണെങ്കിലും ഡിമാൻഡ് കൂടുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ എപ്പോഴാണ് സപ്ലൈ കുറയുക? പലപ്പോഴും ചില കമ്പനികൾ ഷെയർ ബൈബാക്ക് ഒക്കെ അനൗൺസ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളിൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിന്റെ സപ്ലൈ കുറയും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടും. അങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ പ്രൈസ് വളരെ പെട്ടെന്ന് നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫാക്ടർ ഉപയോഗിച്ചിട്ടും അദ്ദേഹം സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. അഞ്ചാമത്തേതും ഒരു ടെക്നിക്കൽ ഫാക്ടർ തന്നെയാണ്, ലെറ്റർ എൽ ആണ്, അത് ഡിനോട്ട് ചെയ്യുന്നത് ലീഡർ ഓർ ലെഗാർഡ് എന്നുള്ളതാണ്. അത് ലീഡർ ആണോ, വിജയിയാണോ, ഒരു ആക്ച്വൽ ലീഡർ ആണോ സ്റ്റോക്ക്, അല്ലെങ്കിൽ ഒരു ലെഗാർഡ് ആണോ, കുറച്ച് പിന്നിലേക്ക് നിൽക്കുന്ന ആളാണോ? അപ്പോൾ ഇതും ഒരു ടെക്നിക്കൽ ഫാക്ടർ തന്നെയാണ്. ഇത് സ്റ്റോക്കിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിന്റെ മൂവ്മെന്റ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാലും വളരെ സിമ്പിൾ ആയിട്ട് ഇദ്ദേഹം പറയുന്നത്, ഓൾവേസ് സിലക്ട് ലീഡിംഗ് സ്റ്റോക്സ് ഫ്രം എ ലീഡിംഗ് ഇൻഡസ്ട്രി. മനസ്സിലായോ? അതായത് എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുക. വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരിക്കണം. അതായത് ആ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാകണം. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അതിനകത്തുള്ള സ്റ്റോക്കുകളും ഗ്രോ ചെയ്യുമല്ലോ. അപ്പോൾ നല്ലൊരു ഇൻഡസ്ട്രി ആദ്യം തിരഞ്ഞെടുക്കണം. ആ ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തതിന് ശേഷം അതിൽ നോക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ 5 സ്റ്റോക്കുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 5 സ്റ്റോക്കുകളെ ഫണ്ടമെന്റൽ അനാലിസിസ്, ക്യാൻസലും പറയുന്നത് പ്രകാരമുള്ള എല്ലാ സ്റ്റഡിയും നമ്മൾ നടത്തണം. അതിനോടൊപ്പം തന്നെ അതൊരു ഈ ഒരു ക്രൈറ്റീരിയ പ്രകാരം ലീഡർ സ്റ്റോക്ക് ആണോ ലെഗാർഡ് സ്റ്റോക്ക് ആണോ എന്ന് കണ്ടെത്തണം. അതായത് ഈ 5 സ്റ്റോക്കിന്റെയും ചാർട്ട് ഓപ്പൺ ചെയ്യുക, ആ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് നോക്കുക. അപ്പോൾ ആ ഒരു ബേസിക് ഇൻഡസ്ട്രിക്ക് ഒരു ഇൻഡെക്സ് ഉണ്ടെങ്കിൽ, IT സ്റ്റോക്സ് ആണ്, നിഫ്റ്റി ITയുടെ മൂവ്മെന്റിലേക്ക് നോക്കുക. നിഫ്റ്റി IT മുകളിലേക്ക് പോയപ്പോൾ ഈ 5 സ്റ്റോക്കുകളിൽ ഏത് സ്റ്റോക്കാണ് ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോയതെന്ന് നോക്കണം. മനസ്സിലായില്ലേ? 5 സ്റ്റോക്കിൽ ഏറ്റവും കൂടുതൽ മുകളിലേക്ക് നീങ്ങിയ സ്റ്റോക്ക് ആയിരിക്കും ലീഡർ എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് മൂവ് ചെയ്ത ആള് ലെഗാർഡ് ആയിരിക്കും. അപ്പൊ അദ്ദേഹം പറയുന്നത്, ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഒരു സംഭവമാണ്, നല്ല ശക്തമായി ഓൾറെഡി മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അത് മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള ഒരു ബേസിക് അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ഇദ്ദേഹം മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഇവിടെയാണ് പലപ്പോഴും സാധാരണക്കാരായ നമ്മളെ പോലുള്ളവർ തെറ്റ് ചെയ്യുന്നത് കാണുന്നത് അല്ലേ. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇൻഡസ്ട്രിയിൽ കുറെ സ്റ്റോക്കുകൾ ഉണ്ട്. ആ ഇൻഡസ്ട്രിയിലെ സ്റ്റോക്കുകളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടി നിൽക്കുന്ന സ്റ്റോക്ക് നമ്മൾ വിചാരിക്കും, ഈ സ്റ്റോക്ക് ഓൾറെഡി കുറച്ച് കയറിയതല്ലേ, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഈ സ്റ്റോക്ക് കുറെ
ബാക്കി സ്റ്റോക്കുകൾ കയറിയപ്പോഴും ഈ ഒരു സ്റ്റോക്ക് കയറാതെ നിൽക്കുന്നുണ്ട്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ എന്നല്ലേ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ അതൊരു വലിയ തെറ്റായിരുന്നു എന്ന് തീർച്ചയായിട്ടും മനസ്സിലാകുന്നു. നല്ലൊരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന സ്റ്റോക്ക് ഏതാണോ അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ പറയുന്നത്. ആറാമത്തെ ക്രൈറ്റീരിയ ഒരു ഫണ്ടമെന്റൽ ക്രൈറ്റീരിയ ആണ്, ലെറ്റർ ഐ ആണ്. അത് കാണിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിങ്ങിനെയാണ്. നമ്മൾ പലപ്പോഴും ഫണ്ടമെന്റൽ അനാലിസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഒരു കമ്പനിയിലേക്ക് നോക്കുമ്പോൾ അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹോൾഡിംഗ് നല്ലതാണെങ്കിൽ അത് FIIs ആകാം, DIIs ഇൻക്ലൂഡിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ആകാം, അവരുടെ ഹോൾഡിംഗ്സ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിയിലെ വലിയ വലിയ ആൾക്കാരുടെ വിശ്വാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കണ്ടിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കമ്പനികളെയും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പലപ്പോഴും നമ്മൾ പഠിക്കുന്ന വീഡിയോസിൽ കാണിച്ച് തന്നിട്ടുള്ളതാണ്. ടിക്കർ ടേപ്പിലെ ഹോൾഡിംഗ്സ് എന്ന സെഷനിലേക്കൊക്കെ പോയാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എത്ര ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് പെർസെന്റേജ് ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ് അല്ലെ. ഏറ്റവും അവസാനത്തത് ഏഴാമത്തെ ക്രൈറ്റീരിയ ആണ്. ഇതൊരു ടെക്നിക്കൽ ക്രൈറ്റീരിയ ആണ്. ഈ ഒരു ടെക്നിക്കൽ ക്രൈറ്റീരിയ പ്രകാരമാണ് മുകളിലുള്ള 6 ക്രൈറ്റീരിയകളിൽ പെടുന്ന ഒരു സ്റ്റോക്കിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുക. ഏറെക്കുറെ എപ്പോ എൻ്റർ ചെയ്യണം അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലാണ് നമ്മൾ ക്യാൻസലിംഗ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഏഴാമത്തെ ക്രൈറ്റീരിയ പറഞ്ഞു തരുന്നത്. ലെറ്റർ M ആണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഡയറക്ഷനെയാണ്. അതായത് ഇദ്ദേഹം പറയുന്നത് ഈ ഒരു ക്യാൻസലിംഗ് ഇൻവെസ്റ്റ്മെന്റ് മെത്തഡോളജി വർക്ക് ചെയ്യുന്നത് ബുൾ മാർക്കറ്റ്സിൽ മാത്രമാണ്. ബുൾ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ബുൾ മാർക്കറ്റ് കിട്ടണം എന്നൊന്നുമില്ല. എന്നാൽ മോശമില്ലാത്തൊരു അപ് ട്രെൻഡ് കിട്ടുന്നുണ്ട് എങ്കിൽ ആ ഒരു അപ് ട്രെൻഡിൽ ക്യാൻസലിംഗ് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് മാർക്കറ്റ് തന്നെ അപ് ട്രെൻഡിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഏറെക്കുറെ എല്ലാ സെക്ടേഴ്സും അപ് ട്രെൻഡിലായിരിക്കും. അങ്ങനെ എല്ലാ സെക്ടേഴ്സും അപ് ട്രെൻഡിലാണെങ്കിൽ അതിലുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ലീഡർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോക്ക് നല്ലൊരു റിട്ടേൺസ് തീർച്ചയായിട്ടും തന്നിരിക്കും. അദ്ദേഹം പറയുന്നത് ആസ്ട്രോണോമിക്കലി ഹൈ ആയിട്ടുള്ള ഔട്ട് ഓഫ് ദ വേൾഡ് റിട്ടേൺസ് ഒന്നും പറയുന്നില്ല, എന്നാൽ ഇൻഡെക്സിനേക്കാളും 10, 12, 15% എക്സ്ട്രാ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് ഈ ഒരു ക്യാൻസലിംഗ് മെത്തഡോളജി ഫോളോ ചെയ്താൽ കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അഗൈൻ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ട്രെൻഡ് എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന്. അപ്പോൾ അവിടെയും അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് ആണ് ഉപയോഗിക്കുന്നത്. 200-day മൂവിംഗ് ആവറേജ് അല്ലെങ്കിൽ 50-day മൂവിംഗ് ആവറേജ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുറേ കൂടെ ഒരു ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 200-day മൂവിംഗ് ആവറേജ് വെച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് 200-day മൂവിംഗ് ആവറേജ്. നിഫ്റ്റി എപ്പോഴാണോ ക്യാൻഡിൽസ് 200-day മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ അതിനൊരു അപ് ട്രെൻഡ് ആയി എന്ന് പറയാം. അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ ക്യാൻഡിൽസും അതിന്റെ 200-day മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയാൽ അപ് ട്രെൻഡ് ആയി എന്ന് പറയാം. 200-day മൂവിംഗ് ആവറേജിന്റെ താഴെയാണെങ്കിൽ ഡൗൺ ട്രെൻഡിലാണെന്ന് പറയും. ഇത് വളരെ ലോങ് ടേം പെർസ്പെക്ടീവിൽ ചിന്തിക്കുന്നവർക്ക് 200-day മൂവിംഗ് ആവറേജ് ഉപയോഗിക്കാം. ഇനി അതല്ല കുറച്ചും കൂടി ഷോർട്ട് ടേമിൽ അഗ്രസീവ്ലി പൊസിഷൻസ് റീബാലൻസ് ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ 50-day മൂവിംഗ് ആവറേജും ഉപയോഗിക്കാം. 50-day മൂവിംഗ് ആവറേജിലേക്ക് ക്യാൻഡിൽസ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയാൽ അപ് ട്രെൻഡ് ആണെന്നും അത് ക്രോസ് ചെയ്ത് താഴെ നിൽക്കുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രെൻഡ് നോക്കിയിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്യാൻസലിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ സ്റ്റോക്കുകൾ കണ്ടെത്താം. ആ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നത് വരെ ഹോൾഡ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഒരു 50-day മൂവിംഗ് ആവറേജിന്റെ സമയത്ത് നിങ്ങൾ എൻ്റർ ചെയ്തു, ആ നിഫ്റ്റിയും അതുപോലെ നമ്മുടെ സ്റ്റോക്കിന്റെ സെക്ടറും വേണമെങ്കിൽ നമ്മുടെ സ്റ്റോക്കും 50-day മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോൾ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാനും പറ്റുന്നതാണ്. എൻട്രിയും എക്സിറ്റും തീർച്ചയായിട്ടും നിങ്ങൾ അഗൈൻ ഇവിടെ പറയുന്നത് എന്താ, എൻട്രിക്കും എക്സിറ്റിനും ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എൻട്രിക്കും എക്സിറ്റിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് കൂടെ ഉപയോഗിച്ച് തന്നെ മെച്ചപ്പെടുത്താനും പറ്റുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈക്കനാഷിക് അനാലിസിസ് പഠിച്ചു അല്ലേ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് സപ്പോർട്ട്സും റെസിസ്റ്റൻസും കണ്ടെത്തിയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ലെവൽ ഒരു ബ്രേക്ക് ചെയ്യുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ആക്റ്റീവ്ലി റീബാലൻസ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ പോലും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിഫ്റ്റി 15% റിട്ടേൺ തരുന്നതെങ്കിൽ അതിനേക്കാളും ഒരു 10-15% മുകളിൽ ടോട്ടൽ 25 മുതൽ 30% ഇയർലി റിട്ടേൺസ് തരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടെത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെറുതെ ഇത്രയും പറഞ്ഞു തന്നിട്ട് വിടുന്നില്ല, തീർച്ചയായിട്ടും മുന്നിലേക്ക് പോയിട്ട് ഇത് പ്രകാരം ഉണ്ടാക്കിയ ഒരു മനോഹരമായ പോർട്ട്ഫോളിയോ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ മറ്റെവിടെയുമല്ല പോകുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി പരിചിതമായിട്ടുള്ള സ്മോൾ കേസ് എന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ പ്ലാറ്റ്ഫോമിലാണ്. ഓൾറെഡി സ്മോൾ കേസ് എന്താണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ മുകളിൽ വീഡിയോ കൊടുക്കുന്നുണ്ട്, അത് കാണുക, പഠിക്കുക. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ടൂൾ സ്മോൾ കേസ് ആണ്. ഞാനും അതിശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു
ടൂൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം പലതരത്തിലുള്ള ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സ് ഉണ്ട് അല്ലേ, അതിനനുസരിച്ചാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്മോൾ കേസിലേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്സ്റ്റോക്സിന്റെ ലോഗോ ആയിരിക്കും കാണുക. പേടിക്കേണ്ട, കാരണം ഞാൻ എൻ്റെ അപ്സ്റ്റോക്സ് വെച്ചിട്ടാണ് സ്മോൾ കേസിലേക്ക് ലോഗിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീറോദയിലോ അപ്സ്റ്റോക്സിലോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് സ്മോൾ കേസിൽ ലോഗിൻ ചെയ്യാം. അതിനനുസരിച്ച് സ്മോൾ കേസിലെ ഒരു മനോഹരമായ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ അപ്സ്റ്റോക്സിലോ സീറോദയിലോ നിങ്ങളുടെ ബ്രോക്കറിന്റെ അക്കൗണ്ടിൽ വരും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ക്യാൻസലിം മെത്തേഡ് പ്രകാരമുള്ള ഒരു സ്മോൾ കേസ് ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെല്ലുകയാണെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് എത്ര റിട്ടേൺസ് കഴിഞ്ഞ നാളുകളായിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതും വളരെ വിശദമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ക്യാൻസലിം കണ്ടോ, ക്യാൻസലിം എന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ ക്യാൻസലിം ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സ്മോൾ കേസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. കണ്ടോ, ക്യാൻസലിമെസ്ക് എന്നാണ് അതിന്റെ പേര്. എഫിഷ്യന്റ്ലി മാനേജ് ഗ്രോയിങ് കമ്പനീസ് എക്സ്പീരിയൻസിങ് പോസിറ്റീവ് മൊമെന്റം സ്ക്രീൻഡ് യൂസിങ് ക്യാൻസലിം മെത്തഡോളജി. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് കാണുന്നത്. 30.37% CAGR റിട്ടേൺസ് ഇത് തരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മോൾ കേസ് ലോഞ്ച് ആയിരിക്കുന്നത് 2017 മാർച്ച് 1 അന്ന് 100 രൂപ നമ്മൾ ക്യാൻസലിമെസ്ക് എന്നുള്ള ഈ ഒരു സ്മോൾ കേസിലും ഇട്ടു. അതുപോലെ 100 രൂപ ഇക്വിറ്റി മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിലും ഇടുകയായിരുന്നെങ്കിൽ 8 ഇരട്ടി ആയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട്, നിയർലി 4 വർഷങ്ങൾ കൊണ്ട് പൈസ 8 ഇരട്ടിയായിട്ടുണ്ട്. 827 എത്തിയിട്ടുണ്ട്. ഇക്വിറ്റി മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിലേക്ക് വെറുതെ ഇട്ടിരുന്നെങ്കിൽ, ഇൻഡെക്സിലേക്ക് ഇട്ടിരുന്നെങ്കിൽ ഒരു 382 മാത്രമേ ആകുള്ളൂമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 30% ഗ്രോത്ത് തരുന്ന ഒരു അടിപൊളി മെത്തേഡ് തന്നെയാണ് ക്യാൻസലിമെസ്ക് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ വന്ന കാര്യം കാണാം. അതായത് സ്റ്റോക്സ് ആൻഡ് വെയ്റ്റ്സിലേക്ക് വരികയാണെങ്കിൽ കണ്ടോ, ഇത്രയും സ്റ്റോക്കുകളാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. പല സെക്ടേഴ്സിൽ നിന്നായിട്ടുള്ള ക്യാൻസലിം ഇൻവെസ്റ്റ്മെന്റ് മെത്തഡോളജി ഫോളോ ചെയ്യുന്ന 9 സ്റ്റോക്കുകളിലാണ് ഇവരിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ് സ്മോൾ കേസ് എന്ന പ്രൊഡക്റ്റിലെ അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് സ്മോൾ കേസിൽ എല്ലാ 3 മാസങ്ങൾ കൂടുമ്പോഴും ഇവരുടെ ടീം തന്നെ ഇരുന്ന് ക്യാൻസലിം മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിലുള്ള എല്ലാ സ്റ്റോക്കുകളെയും നോക്കിയിട്ട് ഇനി ഏതെങ്കിലും സ്റ്റോക്കിന് ഇതിലേക്ക് ഉൾപ്പെടുത്തണോ എന്ന് ആലോചിച്ചുകൊണ്ട് ഈ ഒരു സ്മോൾ കേസിനെ റീബാലൻസ് കൂടി ചെയ്യും. എല്ലാ 3 മാസം കഴിയുമ്പോഴും ഇവിടെ പുതിയ പുതിയ സ്റ്റോക്കുകൾ വരും. ഈ ഒരു ക്യാൻസലിം മെത്തേഡ് പ്രകാരമുള്ള സ്റ്റോക്കുകൾ ഇവിടെ വരും. ഇതിൽ പറയുന്ന സ്റ്റോക്കുകൾ ക്യാൻസലിം മെത്തേഡിൽ പെടുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് കളയുകയും ചെയ്യും. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ക്യാൻസലിം മെത്തഡോളജി ഫോളോ ചെയ്യുന്ന 30% റിട്ടേൺസ് തരുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ് ഇത് എന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു കൺസേൺ ആയിരിക്കുന്നത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മിനിമം 49,236 രൂപ വേണം. ഇവർ പറയുന്ന ഇത്രയും സ്റ്റോക്കുകളിലേക്ക് ഇവർ പറയുന്നത് പോലെയുള്ള വെയിറ്റേജിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം നിയർലി 50,000 രൂപ വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഇൻവെസ്റ്റ് നൗ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറിലൂടെ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു SIP പോലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ വേണ്ട, നിങ്ങൾക്ക് ഇതിലേക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സ്റ്റോക്കുകൾ അറ്റ്ലീസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി നടത്തിയിട്ട് ഓരോ സ്റ്റോക്കുകളെ വെച്ച് നോക്കിയിട്ടെങ്കിലും അല്ലെങ്കിൽ ഇവർ പറയുന്ന അത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയിലേക്ക് തീർച്ചയായിട്ടും നല്ല അഡീഷൻസ് നടത്താൻ പറ്റുന്നതാണ്. അത് തന്നെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ എന്തായാലും സ്മോൾ കേസ് എന്ന പ്രോഡക്റ്റ് കണ്ട സ്ഥിതിക്ക് പറയുകയാണ്, നിങ്ങൾക്കറിയാലോ ഇവിടെ വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്മോൾ കേസസും ഉണ്ട്. ചെറിയ എമൗണ്ടിൽ നല്ല റിട്ടേൺസ് തരുന്ന ഹൈലി സേഫ് ആയിട്ടുള്ള സ്മോൾ കേസസ് ഉണ്ട്. ഒരു കാര്യം എപ്പോഴത്തെ പോലെ ഞാൻ നിങ്ങളോടൊരു ഉറപ്പ് ചോദിക്കുകയാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എത്ര ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ലോങ് ടേമിലേക്ക് ഒരു SIP റൂട്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യൽ വളരെ അനിവാര്യമായ കാര്യമാണ്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഈ ഒരു മെത്തേഡ് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അത് വെച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോങ് ടേമിലേക്ക് സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കാൻ ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ ഒരു സ്മോൾ കേസ് കണ്ടു, അതിലെ സ്റ്റോക്കുകൾ കണ്ടു, കുറച്ച് സ്റ്റോക്കുകൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ യെസ്, നമ്മുടെ പഠനത്തിന്റെ ഈ ഒരു ജേണിയിൽ ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. പയ്യെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും താഴെ കമന്റിൽ വന്ന് പറയുക. ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൂടുതൽ പേരെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരിക അല്ലേ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.